ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? സോ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെയാണ്. നമ്മളിപ്പോൾ ഇത്രയും നാൾ പറഞ്ഞ കുറേ ബിൽഡൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലൊക്കെ ഉള്ളൊരു ഡീറ്റെയിലിംഗ് ആണ്. സോ വേഗം വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്കിവിടെ ഫുള്ള് പാത്ത് സെറ്റ് ചെയ്യാനുണ്ട്. ഫുൾ വീഡിയോയിൽ ഇന്ന് ഫുള്ള് വീഡിയോയിലുള്ളത് ഈ ഒരു പാത്ത് സെറ്റ് ചെയ്യൽ തന്നെയാണ്. ആൻഡ് ഇത് തന്നെയാണ് ഈ വീഡിയോയുടെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഇത് ചെയ്തപ്പോഴാണ് ഫുള്ളായിട്ടൊരു ചേഞ്ച് വന്നത്. അപ്പോൾ ഫുൾ ബിൽഡിങ് നമ്മൾ ഇതുവരെ പണിഞ്ഞ എല്ലാത്തിലേക്കും ഈ ഒരു പാത്ത് കണക്ട് ചെയ്യുന്നുണ്ട്. സോ അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ ആ ഒരു പാലത്തിൻ്റെ അവിടെ വരെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ വരെ എത്തുമ്പോൾ ഏകദേശം കിട്ടും. പിന്നെ ഈ പാത്ത് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വളച്ചും തിരിച്ചൊക്കെ ചെയ്യണമല്ലോ, അതൊരു പണിയായിരുന്നു. ഈ ഷവൽ വെച്ച് ഇങ്ങനെ കുറേ നേരം ചെയ്യുമ്പോൾ ശരിക്കും പ്രാന്ത് പിടിക്കും. ആൻഡ് അത് കറക്റ്റ് ആയില്ലെങ്കിൽ അതിനേക്കാൾ പ്രാന്ത് പിടിക്കും. സോ ഇപ്പം എന്തായാലും ഞാൻ ഏകദേശമൊക്കെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ നല്ല മഴ ആയതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ചില ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ ഇഗ്നോർ ചെയ്യുമെന്ന് എനിക്കറിയാം. സോ ഇത്രയും നമ്മളത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം തന്നെ ഇത് കാണാൻ നല്ല രസമുണ്ട് എന്ന് ഞാൻ പറയും. കാരണം ഞാനെന്ത് ബിൽഡ് ചെയ്താലും എന്നെ തന്നെ പുകഴ്ത്താറുണ്ട്. അതിനെനിക്ക് നല്ല സന്തോഷവും കിട്ടാറുണ്ട്. സോ ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് പറയാറ്. ഇതേപോലെ റാൻഡമായിട്ട് കുറേ ഇടത്തൊക്കെ ഉള്ള ബ്ലോക്ക് ബ്രേക്ക് ചെയ്ത് പൊട്ടിച്ചതിന് ശേഷം അതിന് പകരം നമുക്ക് അവിടെ മറ്റേ കോഴ്സ് ബ്ലോക്ക് ഉണ്ടല്ലോ, അത് വെക്കുകയാണ്. ഇത് യൂട്യൂബിൽ നോക്കിയിട്ടല്ല ചെയ്യുന്നത്. എനിക്ക് ഇത്രയും നാളെ നമ്മൾക്ക് ചെയ്ത് പരിചയമുള്ള ഇതുണ്ടല്ലോ, അതിനനുസരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ കുറേ വലിയ രസമൊന്നും പ്രതീക്ഷിക്കേണ്ട ഗൈസ്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു ഗൈസ്, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തു. എല്ലാം എനിക്കിഷ്ടമാണ്. ഞാൻ ചെയ്യുന്ന എല്ലാം അടിപൊളിയാണ്, സീനാണ്, ലുക്കാണ്, അതെനിക്കറിയാം. അപ്പോൾ നമ്മളിതാ ഇത്രയും സെറ്റാക്കി. അപ്പോൾ നിങ്ങളായിരിക്കും ഈ വീഡിയോയുടെ പകുതി ഭാഗവും ഞാൻ കാണിച്ചിട്ടില്ല, പിന്നെ എന്തിനാണ് വീഡിയോ എടുക്കുന്നത് ഗൈസ്? ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാറുള്ളത്. പിന്നെ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് മറന്നുപോയി, കാരണം ഇങ്ങനൊരു വീഡിയോ എടുക്കുന്നുണ്ടെന്ന് തന്നെ. കാരണം ഭയങ്കര ഫീൽ ആയിരുന്നു ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ, നല്ല രസമായിരുന്നു. ഇപ്പം നമ്മൾ നമ്മുടെ മെലണിൻ്റെയും അതുപോലെ തന്നെ പംകിൻ്റെയും ഫാം ഉണ്ടല്ലോ, ആ ഫാമിലേക്ക് കണക്ട് ചെയ്യുവാണ് നമ്മുടെ പാത്ത്. ഇടയ്ക്കൊക്കെ ഇതുപോലെ ബ്രേക്ക് ചെയ്തതിന് ശേഷം അതിന് പകരം കോഴ്സ് ബ്ലോക്ക്, കൊബിൾ സ്റ്റോണ്, പിന്നെ ചില സ്ലാബ് അതൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഡീറ്റെയിലിംഗ് ആണ്. അപ്പോൾ അത് അത്രയും സെറ്റായിട്ടുണ്ട്. നൈറ്റ് നോക്കുമ്പോൾ അടിപൊളിയാണ് ഗായ്സ് എൻ്റെ വേൾഡ് കാണാൻ. അപ്പോൾ നമുക്ക് ഇനി ചെയ്യാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ കുറച്ചും കൂടി ഡീറ്റെയിലിംഗ് ഒക്കെ ചെയ്യാനുണ്ട്. ഇത് നമ്മുടെ ഇതെങ്ങോട്ട് നമ്മുടെ പോർട്ടലിലേക്ക് പോകുന്ന സ്ഥലമാണ്. അവിടെയും ഇതുപോലെ പാത്ത് സെറ്റാക്കിയിട്ട് ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കോഴ്സ് ബ്ലോക്ക്, അതുപോലെ ചില സ്ലാബ്, കൊബിൾ സ്റ്റോണൊക്കെ യൂസ് ചെയ്തിട്ട്. പിന്നെ വാളെടുത്തതിന് ശേഷം ഇതുപോലെ വെച്ചിട്ട് അതിന് മുകളിൽ നമ്മൾ ലാൻഡേൺ വെക്കാൻ യൂസ് ചെയ്യും. അതുപോലെ തന്നെ ബോൺ മെയിലും ചെയ്യുന്നുണ്ട്. പൂവൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ പൊട്ടിച്ച് കളയാനും, കാരണം നമുക്ക് പൂവൊന്നും ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ അങ്ങനെ അതൊക്കെ ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ നമ്മുടെ കൊബിൾ സ്റ്റോൺ ലാൻഡേൺ എടുത്തിട്ട് ഇതിൻ്റെ ഒക്കെ മുകളിൽ വെക്കും. അപ്പോൾ നമുക്ക് വെട്ടവും കിട്ടും പാത്തിൽ കൂടെ നടക്കാൻ വേണ്ടി. സോ നമ്മളിവിടെ ലൈറ്റും വെച്ചു കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഫൈനലായിട്ടുള്ള ലുക്കെന്ന് പറയുന്നത്. നല്ല രസമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അതുപോലെ നമുക്കിനി ഈ ഒരു സൈഡിൽ ഇപ്പുറത്തോട്ടാണ് ചെയ്യാനുള്ളത്. അപ്പുറത്തെ ഭാഗം ഫുൾ നമ്മൾ സെറ്റാക്കി. അപ്പോൾ ഇവിടെയും ചെയ്യാവുന്ന സെയിം അതുപോലെ തന്നെ നമുക്ക് കുറേ പാത്തൊക്കെയാണ് ഫസ്റ്റ് ഇടാനുള്ളത്. പാത്തിടുന്നത് കൂടുതൽ ഞാൻ കാണിച്ചിട്ടില്ല, കാരണം അത് ഭയങ്കര ബോറാണ് ഗൈസ്. ഇങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ദേഷ്യം വരും. അപ്പോൾ അതുകൊണ്ട് പാത്തിടുന്നത് ഞാൻ കുറേയൊന്നും കാണിച്ചിട്ടില്ല. ഇപ്പം നമ്മൾ നമ്മുടെ പശുവിൻ്റെ കൂടെ ഉണ്ടല്ലോ, അങ്ങോട്ടേക്കുള്ള ആ ഒരു പാത്താണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. പാത്ത് മാത്രം ഇട്ടാൽ പോരാ, ഡീറ്റെയിലും ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ട്. സോ നമ്മളവിടെ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വഴി മാറടാ മുണ്ടക്കൽ ഷെഗറോഫ്. നമ്മളെന്തെങ്കിലും പണിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കീഴിൽ കയറി നിൽക്കുക എനിക്കിഷ്ടമല്ല ഗൈസൊക്കെ. അങ്ങനെ നമ്മൾ ഇത്രയും സെറ്റാക്കി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഗൂസ് ബംസ് അടിക്കുന്നുണ്ട്, എനിക്കറിയാം ഗൈസ്. നിങ്ങൾ ഒന്ന് ക്ഷമിക്കൂ ഗൈസ്, നിങ്ങൾക്കും പറ്റും. നിങ്ങൾ ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാം പറ്റും ഗൈസ്. നമ്മളെ കണ്ടോ ഇത്രയും സെറ്റായിട്ട് ഞാൻ പണിഞ്ഞു. ഗൈസ് എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും. നിങ്ങൾ എന്തായാലും ഇപ്പോൾ തന്നെ പണിഞ്ഞു തുടങ്ങിയോ ഗൈസ്? കുത്തിയിരുന്ന് പണിഞ്ഞോ, രാവും പകലും ഒക്കെ ഇരുന്ന് പണിഞ്ഞോ ഗൈസ്? അപ്പോൾ ഞാനാണെങ്കിൽ നമ്മളെ ഫുള്ളത്തെ ആ ഒരു വ്യൂ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാം ഗൈസ്, നല്ല രസമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി നേരെ ബാക്കിയുള്ള സ്ഥലത്തേക്കൊക്കെ പോവാം. അപ്പോൾ നമ്മുടെ ഫാമിൻ്റെ ഈ പശുവിൻ്റെ അല്ല ആടിൻ്റെ ഫാമിൻ്റെ അങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഇവിടെ ചേട്ടനുണ്ട്. ഹൈ അതൊക്കെ എവിടെ നിന്നൊക്കെയോ കയറി വരുന്നതാണ് ഗൈസ് എൻ്റെ വില്ലേജിൽ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബാക്കി സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. നിങ്ങൾക്കൊക്കെ ഇതൊക്കെ കണ്ട് മടുത്ത് കാണും നിങ്ങൾ. അതൊക്കെ എനിക്ക് അറിയാം ഗൈസ്. ഓക്കെ,
ഇപ്പം നമ്മൾ ലൈറ്റാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ കുറേ ലാൻഡേണൊക്കെ വെച്ചു, പക്ഷേ എനിക്ക് എന്തൊക്കെ ചെയ്തിട്ടൊരു തൃപ്തിയില്ല ഗൈസ്. ഫുള്ള് ലൈറ്റ് ആയിരിക്കണം, കണ്ണ് മഞ്ഞളിച്ച് പോകണം ഗൈസ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്ക് കുറച്ചും കൂടി ലൈറ്റ് വെക്കാമെന്ന്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഫെൻസ് എടുത്തിട്ട് ഇതുപോലെ ഒരു ഏകദേശം ഹൈറ്റിൽ വെച്ചു. ദെൻ നമ്മൾ 4 സൈഡിലായിട്ട് ഈ ഒരു ഫെൻസിന് ഇങ്ങനെ വെച്ചു കൊടുത്തു. ആൻഡ് ഇത് നിൽക്കുന്നു പണ്ട് മുതലേ മൈൻക്രാഫ്റ്റിൽ ലൈറ്റിൻ്റെ ഇതിൽ വരുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ പിന്നെയും ഡെയിലി നൈറ്റ് സെൻസറൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഞാനൊക്കെ ഇത് പണ്ട് മുതൽ ഞാനെപ്പോഴും ഇതാണ് ചെയ്യാറ്. അപ്പോൾ ഇതാണ് ഞാൻ ഇപ്പോഴും ചെയ്തത്. ഫസ്റ്റ് ചെയ്തപ്പോൾ ഇച്ചിരി ചെറുതായി പേസ്, അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വലുതാക്കിയിട്ട് പണിയുന്നുണ്ട്. അപ്പോൾ ഇത് എൻ്റെ തല ഇടിക്കും കേസ്, ഇതിൻ്റെ കിടിക്കൂടെ നടക്കുമ്പോൾ. അതുകൊണ്ട് ഞാൻ എന്താക്കി കുറച്ചും കൂടെ വലുതാക്കി പണിഞ്ഞിട്ട് ആണ് ഇത് വെച്ചത്. അപ്പോൾ നമ്മൾ ഫുള്ള് വെച്ച് കൊടുത്തു. ഇപ്പോൾ നമ്മുടെ ലൈറ്റ് ഇതാ ഇങ്ങനെയാണുള്ളത്. ഇത് കാണാൻ പിന്നെയും രസമുണ്ട്. ഞാനാണെങ്കിൽ ബാക്കിയുള്ള കുറേ കുഞ്ഞു കുഞ്ഞു ലാൻഡേണൊക്കെ എടുത്ത് മാറ്റി. എല്ലാം കൂടെ ആയാൽ ഭയങ്കര ബോറായി പോവും. എൻ്റെ കയ്യിൽ ഒത്തിരി ലാൻഡേൺ ഉള്ളതുകൊണ്ടുള്ള അഹങ്കാരം കാണിക്കുന്നതാണെന്ന് എല്ലാവരും വിചാരിക്കും. അതുകൊണ്ട് നിങ്ങളെയും കൂടെ ഞാൻ പരിഗണിക്കണമല്ലോ. അപ്പോൾ നിങ്ങളിൽ ഇത്ര ലാൻഡേണൊന്നും വാങ്ങാൻ പൈസ കാണത്തില്ല. ഞാൻ റിച്ചായതുകൊണ്ട് ഞാൻ വാങ്ങുന്നതാണ്. അതുകൊണ്ട് ഞാൻ കുറേ അങ്ങെടുത്ത് മാറ്റി. നമുക്ക് പിന്നെ കുറേ ഉണ്ടല്ലോ, അതുകൊണ്ട് സോ നമ്മൾ വീട് പിന്നെ നൈറ്റ് ഞാനാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ കുറച്ച് വ്യൂസ് ഫോട്ടോസൊക്കെ എടുത്തു വെച്ച് നല്ല രസമുണ്ട് ഗായ്സ്. സോമിനെ പേടിച്ച് മേലെ കയറി നിന്നപ്പോൾ എടുത്തതാണെങ്കിലും ഇത് കാണാൻ നല്ല രസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സോ ബൈ.